Hello, കൂട്ടുകാരെ PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In the given figure, ABCDE is a pentagon with BE is parallel to CD and BC is parallel to DE. BC is perpendicular to CD. AE equals to AB equals to 5 cm. BE equals to 7 cm. BC equals to x minus y and CD equals to x plus y. If the perimeter of ABCD is 25 centimeter, find the value of x and y given xy is not equals to 0. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ബി എ എന്ന ലൈനും സി ഡി എന്ന ലൈനും പാരലൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ ബി സിയും ഇ ഡിയും പാരലൽ ലൈൻസ് ആണ്. ബി സി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. പിന്നെ എ ഇ ഈക്വൽസ് ടു എ ബി ഈക്വൽസ് ടു 5 സെൻറ്റിമീറ്റർ, ബി ഇ ഈക്വൽസ് ടു 7 സെൻറ്റിമീറ്റർ, ബി സി എക്സ് മൈനസ് വൈ, സി ഡി എക്സ് പ്ലസ് വൈ. പെരിമീറ്റർ ഓഫ് ദിസ് പെൻഡഗൺ ഈസ് 27 സെൻറ്റിമീറ്റർ. അതെല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ഗിവൺ ബി ഇ ഈസ് പാരലൽ ടു സി ഡി, ബി സി ഈസ് പാരലൽ ടു ഡി ഇ, എ ഇ ഈക്വൽസ് ടു AB equals to 5 centimeter, BE equals to 7 centimeter, BC equals to x minus 7, CD x plus y. Perimeter of ABCDE is 27 centimeter. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എ ബി സി ഡി ഇ എന്ന പെൻഡഗണിന്റെ പെരിമീറ്റർ ആണ്. ഇവിടെ ബി സി ഡി ഇ എന്നൊരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ടല്ലോ. ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡാണ് 7 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും 7 സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബി ഇ ഈക്വൽസ് ടു സി ഡി ആയിരിക്കും അല്ലേ. പിന്നെ അതുപോലെ ബി സി എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഡി ഇയും എക്സ് മൈനസ് വൈ തന്നെ ആയിരിക്കും. ഈ ഫൈൻഡിങ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. Here BCDE is a rectangle. Therefore, BE equals to CD equals to 7 centimeter. ഇവിടെ സി ഡി എക്സ് പ്ലസ് വൈ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 7 സെൻറ്റിമീറ്റർ എന്ന് എഴുതാലോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. പെരിമീറ്റർ ഓഫ് ദ പെൻഡഗൺ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ ബി സി ഡി E is 27 സെൻറ്റിമീറ്റർ. പെൻഡഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ എല്ലാ സൈഡുകളുടെയും സമ്മാണ്. അതിനായിട്ട് നമുക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എ ഈക്വൽസ് ടു 27 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. നമുക്കറിയുന്ന എല്ലാ വാല്യൂസും ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, ബി സി എക്സ് മൈനസ് വൈ, സി ഡി എക്സ് പ്ലസ് വൈ ആണ്, അത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഡി ഇ എക്സ് മൈനസ് വൈ പ്ലസ് ഇ എ ഈസ് 5 സെൻറ്റിമീറ്റർ ഈക്വൽസ് ടു 27 സെൻറ്റിമീറ്റർ. അടുത്ത സ്റ്റെപ്പിൽ 5 പ്ലസ് 7 12, 12 പ്ലസ് 5 ഈസ് 17, പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈസ് 2x, മൈനസ് 5 പ്ലസ് മൈനസ് 5 ഈസ് മൈനസ് 2y ഈക്വൽസ് ടു 27 സെൻറ്റിമീറ്റർ. 2x minus 2y equals to 27 minus 17 is 10. 2x minus 2y equals to 10. ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഈ രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇക്വേഷൻ 1ലുള്ള എല്ലാ ടേംസും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 1 ഇൻറ്റു 2, 2 ഇൻറ്റു എക്സ് ഈസ് 2x plus 2 into y is 2y equals to 2 into 7 is 14. ഇത് നമുക്ക് ഇക്വേഷൻ 3 ആയിട്ട് കൊടുക്കാം. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതിനായിട്ട് ഇക്വേഷൻ 2ഉം 3യും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. 2x മൈനസ് 2y ഈക്വൽസ് ടു 10, 2x പ്ലസ് 2y ഈക്വൽസ് ടു 14. 2x plus 2x is 4x, minus 2y plus 2y is 0, 10 plus 14 is 24. ബാക്കി അടുത്ത സ്ലൈഡിൽ ചെയ്യാം. 4x ഈക്വൽസ് ടു 24, എക്സ് ഈക്വൽസ് ടു 24/4. രണ്ട് കട്ട് ചെയ്യാം. 24ൽ 4 6 ടൈംസ്, 4ൽ 4 1 ടൈം. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 6 എന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ 6ൻ്റെ വാല്യൂ ഇക്വേഷൻ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 7 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽസ് ടു 6 ഇൻ ഇക്വേഷൻ 1. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 7. എക്സിന് പകരം 6 എഴുതാം. 6 പ്ലസ് വൈ ഈക്വൽസ് ടു 7. വൈ ഈക്വൽസ് ടു 7 മൈനസ് 6 ഈക്വൽസ് ടു 1. ഇപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ കിട്ടിയിട്ടുണ്ട്. സോ എക്സ് ഈക്വൽസ് ടു 6 ആൻഡ് വൈ ഈക്വൽസ് ടു 1. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.